അപ്പോൾ നമ്മളിവിടെ ടോപ്പിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യം ആ കാലത്തെ ഏറ്റവും ടോപ്പ് പോസ്റ്റ് മുഴുവനും ICSകാരുടെ ഇല്ലായിരുന്നു, ഇന്ത്യൻ സിവിൽ സർവീസ്. അതെല്ലാം സാഹിബ്മാരായിരുന്നു മിക്കവാറും. ഹാർഡ്ലി കുറച്ച് മലയാളികൾ ഇന്ത്യക്കാർ, ബാക്കിയെല്ലാം സാഹിബ്മാരാണ്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടാതായി 46-47 സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യങ്ങളിൽ ആയി കഴിഞ്ഞു. അപ്പോൾ ഈ സാഹിബ്മാർ ICSകാർ തീരുമാനിച്ചു നമ്മളങ്ങ് തിരിച്ചു പോവാണ്. ഇനി നെഹ്റുവിൻ്റെ പട്ടേലിൻ്റെ കീഴിലൊന്നും ഭരിക്കാൻ വയ്യ, അവരെയൊക്കെ നമ്മൾ ഇത്ര നാൾ കൺട്രോൾ ചെയ്യുക സപ്രസ് ചെയ്യുകയും ചെയ്ത് ഇനി അവരുടെ കീഴിൽ ഇരിക്കാൻ വയ്യ, നെഹ്റുവിൻ്റെ കീഴിലൊക്കെ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അവർ വിചാരിച്ച് ഞങ്ങളങ്ങ് തിരിച്ചു പോകണം, ബ്രിട്ടനിലേക്ക് പോകണം. അങ്ങനെ ടോപ്പ് ലെവൽ വലിയൊരു വാക്വം, ടോപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് എല്ലാം വേക്കൻ്റ് ആകുന്നു. അപ്പോഴാണ് പട്ടേൽ വെരി ഷ്രൂഡ് പൊളിറ്റീഷ്യൻ ആൻഡ് എ ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്റർ. പട്ടേൽ തീരുമാനിച്ചു അതിന് പകരം നമുക്ക് 2 സർവീസ് വേണം. അങ്ങനെ IAS and IPS 2 സർവീസ് പട്ടേൽ തുടങ്ങി. അത് 47 ഫസ്റ്റ്, ഈവൻ ബിഫോർ ഇന്ത്യ ബിക്കം ഇൻഡിപെൻഡൻസ് we started 2 services, IAS and IPS. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഓഫ് IAS ഓഫീസേഴ്സ് എന്ന് പറഞ്ഞത് അന്ന് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് പട്ടാളത്തിൽ നിന്ന് ഒരുപാട് പേര് വോളണ്ടറി റിട്ടയർമെൻറ്റ് വായിച്ച് നല്ല മിടുക്കന്മാരെ അവരൊക്കെ ചേർത്താണ് ഫസ്റ്റ് ബാച്ച് ഓഫ് IAS ഓഫീസേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ബാച്ചിനെ സർദാർ പട്ടേൽ എന്ന ഹോം മിനിസ്റ്റർ ആൻഡ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അഡ്രസ്സ് ചെയ്തു. ആ അഡ്രസ്സ് ചെയ്ത് April 21 April 21, 1947. Sardar Patel, the Home Minister, had a meeting with the IAS, address a meeting. He addressed the meeting of IAS officers. First batch of IAS officers were addressed by Sardar Patel. April 21, 1947. അതുകൊണ്ടാണ് we celebrate Civil Services Day on 21st April. Civil Service Day ആഘോഷിക്കുന്നത് April 21 ആണ്. That is on this day സർദാർ പട്ടേൽ അഡ്രസ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കേസൊക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കും ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് ചോദിക്കാം, ഫാദർ ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ചോദിക്കാം. ഫാദർ ഓഫ് ഓൾ ഇന്ത്യ സർവീസ് സർദാർ പട്ടേൽ. സോ ന്യൂ സർവീസ് ക്യാൻ ബി ക്രിയേറ്റഡ് only by the parliament. But the Rajya Sabha's consent is required. Then only we can introduce a bill. That is exclusive power. Second exclusive power is parliament can pass, Rajya Sabha can pass a law, can pass a resolution asking the parliament to make a law on a subject in the state list. സ്റ്റേറ്റ് ലിസ്റ്റ് സാധാരണ സ്റ്റേറ്റിനുള്ളതാണ്. പക്ഷേ രാജ്യസഭയ്ക്ക് വേണമെങ്കിൽ ഒരു റെസല്യൂഷൻ പാസ്സാക്കിയിട്ട് പറയാം ഇൻ ദ നാഷണൽ ഇൻട്രസ്റ്റ് എ ലോ മേ ബി മെയ്ഡ് ഓൺ എ സ്റ്റേറ്റ് സബ്ജക്ട് ബൈ ദ യൂണിയൻ പാർലമെൻറ്റ്. അപ്പോൾ സ്റ്റേറ്റിന് പവർ എഫക്ട് ചെയ്യും. രാജ്യസഭയ്ക്ക് വിരോധമില്ലെങ്കിൽ കുഴപ്പമില്ല. ദാറ്റ് ഇസ് വൈ രാജ്യസഭ ഇസ് ഗോയിങ് ദ പവർ. ഇറ്റ് ക്യാൻ പാസ് എ റെസല്യൂഷൻ ആൻഡ് ആസ് ദ പാർലമെൻറ്റ് മേക്ക് എ ലോ ഓൺ എ സബ്ജക്ട് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. മൂന്നാമത്തെ എക്സ്ക്ലൂസീവ് പവർ, Vice President can be removed actually only by the Rajya Sabha. Rajya Sabha is going to power to remove the Vice President. Vice President മാറ്റാനുള്ള മോഷൻ രാജ്യസഭയിൽ തുടങ്ങാൻ പറ്റുള്ളൂ. Only Vice President can be removed only by actually Rajya Sabha. Rajya Sabha must pass a resolution. Then it should be agreed to by Lok Sabha. Lok Sabha agree ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. തുടക്കം രാജ്യസഭയിലാണ്. So we say Vice President can be removed. The power is actually given to the Rajya Sabha. Exclusive power of Rajya Sabha. പ്രസിഡന്റിനെ മാറ്റാൻ 2 ദിവസത്തിന് ഈക്വൽ പവറാണ്. പക്ഷേ വൈസ് പ്രസിഡന്റ് അങ്ങനെയല്ല, രാജ്യസഭയ്ക്ക് തന്നെ തുടങ്ങാൻ പറ്റുള്ളൂ. ഇനി 4ാമത്തെ എക്സ്ക്ലൂസീവ് പവർ, 4th exclusive power. We know national emergency is declared. It should be approved by both houses of parliament within 1 month. ഒരു ദേശീയ എമർജൻസി പ്രഖ്യാപിച്ചാൽ 2 മാസത്തിനകം 2 ഹൗസും അത് അപ്രൂവ് ചെയ്യണം. പക്ഷേ ദേശീയ എമർജൻസി പ്രഖ്യാപിച്ചു, ലോക്സഭ ഇല്ലാതിരിക്കട്ടെ, ലോക്സഭ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പം ആരപ്രൂവ് ചെയ്യണം? രാജ്യസഭ മാസ്റ്റർ. അത് രാജ്യസഭ ഉള്ളൂ. സോ രാജ്യസഭ മസ്റ്റ് അപ്രൂവ് ഇറ്റ്, ദെൻ ഓൺലി എമർജൻസി can continue. So 4 exclusive powers are given to Rajya Sabha. ഒന്ന്, to create new all day service, great signal must be given by Rajya Sabha. Removal of Vice President, power is given to Rajya Sabha. Certain subjects in the state list, Parliament can be authorized to make law. That power is given to the Rajya Sabha. Then emergency period, Rajya Sabha must approve it. Vice President removal. 4 exclusive power of Rajya Sabha. Clear ആണോ? National emergency. When national emergency declared, the rule is that it should be approved by both houses. But suppose emergency declared, there is no Lok Sabha, or Lok Sabha is dissolved within 1 month, it must be approved by. And then Rajya Sabha മാത്രമേ കാണത്തുള്ളൂ. Then it should be approved by Rajya Sabha. Within 1 month, national emergency proclamation within 1 month. അപ്പോൾ നമ്മൾ എമർജൻസി പ്രഖ്യാപിക്കും, ലോക്സഭ ഇല്ലെങ്കിൽ എമർജൻസി പ്രഖ്യാപിച്ചുള്ള ലോക്സഭ പിരിഞ്ഞു പോയി. 1 മാസത്തിനകം പാർലമെന്റ് അപ്രൂവ് ചെയ്യണം. ലോക്സഭ ഇല്ലെങ്കിൽ രാജ്യസഭ. അപ്പോൾ രാജ്യസഭയ്ക്ക് മാത്രമായിട്ടൊരു പവർ കിട്ടുകയാണ്, ഇറ്റ് ഷുഡ് അപ്രൂവ്. അല്ല, അത് അല്ല, ഇപ്പം നമ്മുടെ ലോക്സഭ പിരിച്ചുവിട്ട സമയത്താണ് എമർജൻസി വരുന്നത് എന്നിരിക്കട്ടെ.
ഇല്ല. നാഷണൽ എമർജൻസി വന്നിട്ട് ലോക്സഭ പിരിച്ചുവിടണം. കണ്ടിന്യൂ ചെയ്യണമെന്ന് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഗവൺമെൻറ് വേണമെങ്കിൽ പിരിച്ചുവിടാം, ആ പവറുണ്ട്. എമർജൻസി വരുന്നതിന് മുമ്പ് ലോക്സഭ പിരിച്ചുവിട്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, അതിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തുകൊണ്ട് ലോക്സഭ പിരിച്ചു പോയിരിക്കട്ടെ, അപ്പോൾ രാജ്യസഭ മാത്രം അപ്രൂവ് ചെയ്താൽ മതി. പക്ഷേ എമർജൻസി ഡിക്ലറേഷൻ പിരിച്ചുവിട്ടില്ലെങ്കിൽ ലോക്സഭ ടേം 5 കൊല്ലം കഴിഞ്ഞാൽ 1 കൊല്ലം കൂട്ടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യസഭ 1 മാസത്തിന് അപ്രൂവ് ചെയ്യണം. പിന്നെ പുതിയ ലോക്സഭ വന്നിട്ട് അത് 1 മാസത്തിനാകാം. പുതിയ ലോക്സഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1 മാസത്തിനാകാം. അപ്പം ലോക്സഭ പിരിച്ചു വിട്ടിരിക്കുകയാണെങ്കിൽ പുതിയ ലോക്സഭ 1 മാസം, അല്ലെങ്കിൽ 2 ദിവസം 1 മാസം. മനസ്സിലായോ? എമർജൻസി ഡിക്ലെയർ ചെയ്താൽ 2 ദിവസം 1 മാസത്തിന് അപ്രൂവ് ചെയ്യണം. ഇനി ഇതിനിടയ്ക്ക് ലോക്സഭ ഇല്ലെന്നിരിക്കട്ടെ, തൽക്കാലം രാജ്യസഭ അപ്രൂവ് ചെയ്യുക, എന്നിട്ട് പുതിയ ലോക്സഭ വന്ന് 1 മാസത്തിലാകാം. പിന്നെ 6 മാസത്തിൽ ഓരോ കണ്ടിന്യൂഷനും അപ്രൂവ് ചെയ്യണം. എവറി 6 months കണ്ടിന്യൂഷൻ മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ബോത്ത് ഹൗസസ്. പിന്നെ കണ്ടിന്യൂഷനും അപ്രൂവ് ചെയ്യണം. എത്ര നാൾ വേണം തുടരാം? കണ്ടിന്യൂഷൻ മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ പാർലമെന്റ്. അതോടൊപ്പമാണ് 5-year ടേം തീർന്നാൽ 1 കൊല്ലം വീതം എക്സ്റ്റെൻഡ് ചെയ്യാം. 5-year ടേം തീർന്നാൽ 1 കൊല്ലം വീതം എക്സ്റ്റെൻഡ് ചെയ്യാം. നാഷണൽ എമർജൻസി ആണെങ്കിൽ ലോക്സഭ ടേം 5 കൊല്ലം തീർന്നാൽ എമർജൻസി എക്സ്റ്റെൻഡ് ചെയ്ത് എല്ലാ 6 മാസം എക്സ്റ്റെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ലോക്സഭ ടേം തീർന്നു പോയെങ്കിൽ ഇലക്ഷൻ നടത്താൻ തൽക്കാലം ബുദ്ധിമുട്ടാണെങ്കിൽ 1 കൊല്ലം എക്സ്റ്റെൻഡ് ചെയ്യാം. ആ 1 കൊല്ലം ലോക്സഭ ടേം തീരും, ഒരു 5 കൊല്ലം 6 കൊല്ലമായി, അന്നേരവും ഇലക്ഷൻ നടത്താൻ ഉദ്ദേശമില്ല, വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെങ്കിൽ എത്ര ആൾ വേണേൽ പോകാം. പക്ഷേ 1 year അറ്റ് ടൈം പറ്റുള്ളൂ, അല്ല 5 കൊല്ലത്തേക്ക് ഒരുമിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈസ് ഇറ്റ് ക്ലിയർ? ജോയിന്റ് സെഷൻ 2 പേരും കൂടെ ഒരുമിച്ച് കൂടുക. അപ്പോൾ ഒരു ലോക്സഭ ബില്ല് പാസ്സാക്കി, ഓർഡിനറി ബില്ലിന് മാത്രമേ പറ്റുള്ളൂ. രാജ്യസഭ പരാജയപ്പെടുത്തി പ്രസിഡന്റ് എന്ത് ചെയ്യും? ഒരു ജോയിന്റ് സിറ്റി വിളിച്ചു കൂട്ടും, 2 പേരും ഒരുമിച്ചിരിക്കും, വീണ്ടും വോട്ടിംഗ് നടത്തും. അപ്പോൾ നാച്ചുറലി ലോക്സഭയുടെ തീരുമാനം ആയിരിക്കും നടപ്പിലാകുന്നത്. ലോക്സഭയ്ക്ക് ഡബിൾ ദ സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ. ദെർഫോർ നാച്ചുറലി ദ വിൽ ഓഫ് ദ ലോക്സഭ വിൽ പ്രിവെയിൽ ഓവർ ദാറ്റ് ഓഫ് ദ രാജ്യസഭ. ഈ ക്ലാസ്സിൽ ഇപ്പം 7 പേരുണ്ട്. അങ്ങനെ ക്ലാസ്സിൽ 50 പേരുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ എതിർക്കുന്നു, ആ ക്ലാസ് അനുകൂലിക്കുന്നു, നമുക്കൊരു തീരുമാനം വേണം. 57 പേരും കൂടി ഒരുമിച്ചിരുന്ന് വോട്ടെടുക്കും. അപ്പോൾ അവരുടെ തീരുമാനമായിരിക്കും നടപ്പിലാകുന്നത്. അതേപോലെയാണ് ലോക്സഭാസ് വിൽ പ്രിവെയിൽ ഓവർ ദാറ്റ് ഓഫ് ദ രാജ്യസഭ ഇഫ് വി കൺവീൻ എ ജോയിന്റ് സിറ്റി. അപ്പം മെയിൻ റീസൺ വൺ ഹൗസ് പാസ് എ ബിൽ ആൻഡ് ദ അതർ ഹൗസ് ഡിഫീറ്റ് ദ ബിൽ. ദാറ്റ് ഇസ് 1 reason. പക്ഷേ 3 reason ഉണ്ട് വെൻ വി ക്യാൻ സമ്മൺ എ ജോയിന്റ് സിറ്റി. ഫസ്റ്റ് ഗ്രൗണ്ട് മെയിൻ റീസൺ ഈസ് ദ ബിൽ ഈസ് പാസ്ഡ് ബൈ വൺ ഹൗസ് ആൻഡ് ഡിഫീറ്റ് ദ അതർ. സെക്കൻഡ് റീസൺ, ബില്ല് മറ്റേ ഹൗസിൽ ചെന്നു, അവർ ചില സജഷൻ പറയും. The 2 houses disagree on amendments. The 2 houses disagree on amendments proposed. 2 ദിവസത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൽ. ദെൻ ഓൾസോ ജോയിന്റ് സെഷൻ ക്യാൻ ബി കൺവീൻ. അവർ പരാജയപ്പെടുത്തില്ല, അവർ ചില സജഷൻ പറയുന്നു. ആ സജഷൻ നോട്ട് അക്സെപ്റ്റബിൾ ടു ദ ഫസ്റ്റ് ഹൗസ്, ബട്ട് ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ 2 houses. ജോയിന്റ് സെഷൻ വിളിക്കാം. മൂന്നാമത്തേത്, ഒരു ഹൗസ് പാസ്സാക്കി അയച്ചു, മറ്റേ ഹൗസ് 6 മാസം കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ചൊന്നും ചെയ്തില്ല. ഇവൻ ആഫ്റ്റർ 6 months ദ അതർ ഹൗസ് ഡസ് നോട്ട് കൺസിഡർ ദ ബിൽ. ഒരു ഹൗസ് പാസ്സാക്കി, ലോക്സഭ പാസ്സാക്കി, രാജ്യസഭയ്ക്ക് അയച്ചു, 6 മാസം കഴിഞ്ഞ് രാജ്യസഭ ഒന്നും ചെയ്തില്ല. ദെൻ ഓൾസോ ജോയിന്റ് സെഷൻ ക്യാൻ ബി കൺവീൻ. അപ്പം ഇതിലെല്ലാം 3 വിധം ഓർക്കണം. 3 ഗ്രൗണ്ട്സ് ഉണ്ട് സമ്മണിങ് എ ജോയിന്റ് സിറ്റിംഗ്. ഒന്ന്, ദ ബിൽ ഇസ് ഡിഫീറ്റഡ് ബൈ ദ അതർ ഹൗസ്, ദ 2 houses disagree, and third, even after 6 months the house does not consider the bill. ഇനി ജോയിന്റ് സെഷൻ വിളിച്ചു കൂട്ടുന്ന പ്രസിഡന്റാണ്. only president, എപ്പോഴും ഓർക്കുക, only president can convene a joint session. ഇനി പ്രിസൈഡ് ചെയ്യുന്ന ആരാണ്? അപ്പോൾ നേരത്തെ പറഞ്ഞാണ്, ആദ്യ സ്പീക്കർ, ഇല്ല ഡെപ്യൂട്ടി സ്പീക്കർ, ഇല്ലെങ്കിൽ ജോയിന്റ് ഡെപ്യൂട്ടി ചെയർമാൻ, ഇത് അല്ലെങ്കിൽ 1 member elected സെലക്ട് ബൈ. ഇനി 3 ബില്ലേ ഉള്ളൂ ഇതുവരെ ജോയിന്റ് സിറ്റിംഗ് കൂടെ പാസ്സാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ 7 കൊല്ലത്തിനിടയിൽ 3 ബില്ല് മാത്രമാണ് ജോയിന്റ് സെഷൻ. അപ്പോൾ ആവറേജ് 26-27 കൊല്ലമാകുമ്പോഴാണ് ഒരു ബില്ല്, നമ്മൾ 23 കൊല്ലമാകുമ്പോൾ ഒരു ജോയിന്റ് സിറ്റിംഗ് വരുന്നുള്ളൂ ഒരു ബില്ല് പാസ്സാക്കാൻ. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ആദ്യത്തെ ബില്ല്, ഫസ്റ്റ് ബിൽ പാസ് ബൈ ജോയിന്റ് സെഷൻ, ഡൗറി പ്രൊഹിബിഷൻ ബിൽ, ഇയർ എത്ര അറിയാമോ? 1961 ഡൗറി പ്രൊഹിബിഷൻ ബിൽ. ഡൗറി പ്രൊഹിബിഷൻ ബിൽ ഫസ്റ്റ് ബിൽ പാസ് ബൈ ജോയിന്റ് സെഷൻ. പാർലമെന്റ് പാസ്സാക്കിയ ബില്ലാണ് വരെ നടപ്പിലാക്കാത്തൊരു ബില്ലുമാണ് ഫസ്റ്റ് ഡൗറി പ്രൊഹിബിഷൻ ബിൽ. ഡൗറി പ്രൊഹിബിഷൻ ബില്ലിൽ എന്താണ്? ഒരു ലോക്സഭ രാജ്യസഭയ്ക്ക് ഡൗറിയുടെ ഡെഫിനേഷനുള്ള അഭിപ്രായ വ്യത്യാസം. ഡൗറി എന്താണ് ഡെഫിനേഷൻ? അങ്ങനെയാണ് ജോയിന്റ് സെഷൻ വിളിച്ചു കൂട്ടി. ദാറ്റ് ഇസ് ഫസ്റ്റ് ബിൽ. പലപ്പോഴും ചോദിക്കും, വിച്ച് വാസ് ദ ഫസ്റ്റ് ബിൽ പാസ് ബൈ ജോയിന്റ് സെഷൻ. സെക്കൻഡ് ബിൽ ഇസ്
ആർക്കെങ്കിലും അറിയാമോ? ബാങ്കിങ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബിൽ. സെക്കൻഡ് ബിൽ പാസ് ബൈ ജോയിന്റ് സെഷൻ. ബാങ്കിങ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബിൽ. ബാങ്ക് സർവീസ് കമ്മീഷൻ എന്നിട്ട് റിപ്പീൽ ബ്രാക്കറ്റിൽ റിപ്പീൽ ബിൽ 1978. ബാങ്ക് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബിൽ 1978. ഇന്ദിരാഗാന്ധി ബാങ്ക് റിക്രൂട്ട്മെൻറ്റിന് ഒരു കമ്മീഷൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ബാങ്ക് സർവീസ് കമ്മീഷൻ, PSC പോലെ. മൊറാർജി വന്നപ്പോൾ വേണ്ടാന്ന് വെച്ചു. അത് ലോക്സഭ പാസ്സാക്കി, രാജ്യസഭ പരാജയപ്പെട്ടു. ജോയിന്റ് സെഷൻ കൂടെ അത് പാസ്സാക്കി റിപ്പീൽ ചെയ്യാനായിട്ട്. തേർഡ് ബിൽ പ്രിവെൻഷൻ ഓഫ് ടെററിസം ബിൽ. പ്രിവെൻഷൻ ഓഫ് ടെററിസം ബിൽ പിന്നീട് അത് പാസ്സായി പോട്ട എന്ന് ഒരു ആക്ട് ഉണ്ടായി, പ്രിവെൻഷൻ ഓഫ് ടെററിസം ബിൽ. ദാറ്റ് വാസ് ഇൻ 2002 പ്രിവെൻഷൻ ഓഫ് ടെററിസം ബിൽ. 3 ബില്ല് അങ്ങനെ ജോയിന്റ് സെഷൻ കൂടെ പാസ്സാക്കി. ഓർഡിനറി ബില്ല് മാത്രമേ പറ്റുള്ളൂ. എപ്പോഴും ഓർക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് പറ്റില്ല, മണി ബില്ല് പറ്റത്തില്ല. ഓൺലി ഓർഡിനറി ബിൽ ക്യാൻ ബി പാസ് ബൈ ജോയിന്റ് സെഷൻ. ആൻഡ് ബിക്കോസ് ഓഫ് ദ ന്യൂമറിക്കൽ സ്ട്രെങ്ത്, ദ ബിൽ ഓഫ് ദ ലോക്സഭ വിൽ നോർമലി പ്രിവെയിൽ ഓവർ ദാറ്റ് ഓഫ് ദ രാജ്യസഭ. മൂന്നും കൺവീൻ ചെയ്ത പ്രസിഡന്റ്. പ്രസിഡന്റോ? ഇതിപ്പോൾ അന്നത്തെ പ്രസിഡന്റ് 1978 പ്രസിഡന്റ് അന്ന് 1978 ജനതാ പാർട്ടിയുടെ സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. 2002 KR നാരായണൻ. മറ്റേ 1978 സഞ്ജീവ റെഡ്ഡി. 1961 രാജേന്ദ്ര പ്രസാദ്. 61 രാജേന്ദ്ര പ്രസാദ്, ദെൻ സഞ്ജീവ റെഡ്ഡി, ലേറ്റർ KR നാരായണൻ. 3 പ്രസിഡന്റുമാർ. ദേ കൺവീൻ ജോയിന്റ് സെഷൻ. സഞ്ജീവ റെഡ്ഡി. അപ്പം KR നാരായണൻ. 3 ബില്ല് ഓർത്തിരിക്കണം. ആദ്യത്തെ എപ്പോഴും ഓർത്തിരിക്കണം, ഡൗറി പ്രൂഫ് ബിൽ. ഫസ്റ്റ് ബിൽ പാസ് ബൈ ജോയിന്റ് സെഷൻ. അപ്പം ഇത്രയും, അതായത് 23-24 കൊല്ലപ്പോഴാണ് ഒരു ആവറേജ് ഒരു ഇത് ബില്ല്. അപ്പോൾ സാധാരണ സ്പീക്കർ കാണും, അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറും കാണും. പക്ഷേ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇവരൊന്നും ഇല്ലെങ്കിൽ ആരും പ്രിസൈഡ് ചെയ്യും, അങ്ങനെ ചോദിച്ചെന്നിരിക്കും. These are the things you must remember about the powers of parliament. Hope you got some idea about it. Any doubt? ഇനി മറ്റൊന്ന് പ്രിവിലേജസ്. സിലബസിനകത്തുണ്ട് പ്രിവിലേജസ് ഓഫ് MPs. MPs have some privileges. MPസിന് ചില പ്രിവിലേജസ് ഉണ്ട്. MPs have some privileges. ഈ പ്രിവിലേജും റൈറ്റും ഉണ്ട്. റൈറ്റ് എന്ന് വെച്ചാൽ MPയുടെ ഒരു അവകാശമാണ്. പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫെസിലിറ്റി ഗിവൺ ടു ദ പ്രിസൈഡിങ് ടു ദ MPs. പവറല്ല, ഒരു കൺസിഡറേഷൻ ഗിവൺ. യു ആർ എൻ MP, അതുകൊണ്ടൊരു പ്രത്യേകത കാണിക്കുക. അതിനാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്. അപ്പം ഒരു ക്രിമിനൽ കേസിൽ MP അറസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എന്ന് പറയും? ക്രിമിനൽ കേസിൽ MP അറസ്റ്റ് ചെയ്യാമോ, അതോ ആരുടെയെങ്കിലും പെർമിഷൻ വാങ്ങിക്കണോ? പെർമിഷൻ സ്പീക്കർ വേണോ വേണ്ടയോ എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യാൻ ആരുടെയും ഒരു സമ്മതം വേണ്ട. എനി MP can be arrested. Any MP can be arrested in a criminal case. No protection is there. അത് മന്ത്രി അറസ്റ്റ് ചെയ്യാൻ പെർമിഷൻ വേണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാൻ പോലും ആരുടെയും പെർമിഷൻ വേണ്ട. അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ആരെയാണ്? ആകെ പ്രസിഡന്റിനെ, ഗവർണറെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ബാക്കി ആരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു പ്രൊട്ടക്ഷനും ഇല്ല. ക്രിമിനൽ കേസിൽ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. MPസിന് സിവിൽ കേസിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു. കാര്യമൊന്നുമില്ലെങ്കിൽ എക്സാമിനർ പോയിട്ട് പഠിക്കണം. സിവിൽ കേസിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. സിവിൽ കേസിൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ എന്താണെന്ന് അറിയാമോ? 40 days prior to session. 40 days prior to session. സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് 40 ദിവസം വരെ അയാളെ സിവിൽ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. സെഷൻ ജാനുവരി 31 തുടങ്ങുകയാണെങ്കിൽ ഡിസംബർ 28 അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് 40 days പ്രൊട്ടക്ഷൻ. അത് കഴിഞ്ഞിട്ട് സെഷൻ കാലത്ത് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. സെഷൻ കാരണം സിവിൽ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി സെഷൻ കഴിഞ്ഞിട്ടോ 40 days ആഫ്റ്റർ ദി സെഷൻ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. 40 ദിവസം കൂടെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. സെഷൻ തുടങ്ങാൻ 40 ദിവസം മുമ്പ്, സെഷൻ്റെ കാലം, സെഷൻ കഴിഞ്ഞ് 40 ദിവസം അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം സെഷൻ 20 ദിവസമാണെന്നിരിക്കട്ടെ, എത്ര ദിവസം പ്രൊട്ടക്ഷൻ? 100 ദിവസം പ്രൊട്ടക്ഷൻ. 20 + 40 + 40. ഇതെന്തിനാണ് ഭരണം ഉണ്ടാക്കിയ കാലത്ത് ആലോചിച്ചത്? ഇപ്പം ലക്ഷദ്വീപിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ അങ്ങനെ ലോക്സഭയിൽ എത്താൻ കുറേ സമയമൊക്കെ എടുക്കും. അപ്പം 40 ദിവസം അയാൾക്ക് പ്രിപ്പറേഷൻ ടൈമാണ്. അയാളെ ശല്യപ്പെടുത്തില്ലേ. ഇനി അയാൾ തിരിച്ച് നാട്ടിൽ ചെന്നിട്ട് അറസ്റ്റ് ചെയ്താൽ മതി 40 ദിവസം കൂടെ. ദാറ്റ് ഇസ് വൈ ദേ മെയ്ഡ് എ പ്രൊവിഷൻ 100 days. 20 days സെഷൻ ആണെങ്കിൽ 100. പക്ഷേ സിവിൽ കേസിൽ അറസ്റ്റ് വളരെ കുറവാണ്.
വെരി ഫ്യൂ കേസസ് സിവിൽ കേസിൽ അറസ്റ്റ് ഉള്ളൂ. സാധാരണ സിവിൽ കേസിൽ അറസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഈ ഒരു പ്രൊട്ടക്ഷൻ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ എക്സാമിൻ്റെ പാർട്ടി വിൽ ചോദിക്കും എത്ര ആൾ പ്രൊട്ടക്ഷൻ, 40 days prior to session and 40 days after the session. Criminal case, no protection. Any MP can be arrested in a criminal case. കോടതി ഉത്തരവാണ്. അതിന് പിന്നെ വേറെ ഒരു പ്രശ്നവുമില്ല. കോടതി ഉത്തരവുണ്ട്. എനിബഡി ക്യാൻ ബി അറസ്റ്റ്. അല്ല, സിവിൽ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കോടതി ഉത്തരവിടത്തില്ല. കോടതി അറിയിച്ചാൽ മതി ഇങ്ങനെ ഈ സമയത്താണ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. സിവിൽ കേസിൽ അറസ്റ്റ് വരാറില്ല എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾ പണം കൊടുക്കാറുണ്ട്, പണം കൊടുക്കാൻ ഓർഡർ ഇട്ടിട്ട് പണം കൊടുക്കുന്നില്ല, പണം ഉണ്ടെങ്കിൽ അയാളെ വേണേൽ ജയിലിട്ടിട്ട് ഫോഴ്സ് ചെയ്യുക അയാളെ കൊണ്ട്. അതൊന്നും എം പിമാരൊന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ ടെക്നിക്കലായിട്ട് ഓർത്തിരിക്കണമെന്നേ ഉള്ളൂ. ക്രിമിനൽ കേസ്, നോ പ്രൊട്ടക്ഷൻ. എനി എം പി ക്യാൻ ബി അറസ്റ്റഡ്. പക്ഷേ ഒരു റൈറ്റ് ഉണ്ട്. ഇഫ് എനി എം പി ഈസ് അറസ്റ്റഡ്, ഇമ്മീഡിയറ്റ്ലി ദ പ്രിസൈഡിംഗ് ഓഫീസർ ഷുഡ് ബി ഇൻറ്റിമേറ്റഡ്. ദാറ്റ്സ് എ പ്രിവിലേജ്. ഏത് എം പി ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്താലും സിവിൽ കേസിൽ അറസ്റ്റ് ചെയ്താലും ഉടൻ പ്രിസൈഡിംഗ് ഓഫീസർ അറിയിക്കണം. ലോക്സഭ ആണെങ്കിൽ ലോക്സഭ സ്പീക്കർ, രാജ്യസഭ ആണെങ്കിൽ ദ വൈസ് പ്രസിഡന്റ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി ഇൻറ്റിമേറ്റഡ് ബൈ ദ പോലീസ്. ഇപ്പോൾ ട്രിവാൻഡ്രം സെക്രട്ടറിയുടെ മുമ്പിൽ ഒരു സമരം നടക്കുന്നു, ഒരു എം പി അറസ്റ്റ് ചെയ്തു, ഉടൻ പോലീസ് സ്പീക്കറെ അറിയിക്കണം. സ്പീക്കർ ഷുഡ് ബി ഇൻറ്റിമേറ്റഡ്. ഹൗ ഷുഡ് നോ വെദർ എനി എം പി ഈസ് ഇൻ ജയിൽ? ഹൗസ് ഹാസ് എ റൈറ്റ് ടു നോ വെദർ എം പി ഈസ് ഇൻ ജയിൽ. അപ്പോൾ ഇയാളുടെ ഒരു പ്രിവിലേജാണ്. സിവിൽ കേസിൽ ഇത്ര ദിവസം അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ക്രിമിനൽ കേസിലെ പ്രിവിലേജ്, പ്രിസൈഡിംഗ് ഓഫീസർ ഷുഡ് ബി ഇൻറ്റിമേറ്റഡ്. Then next is maximum freedom of speech and expression. MPs enjoy maximum freedom of speech and expression. നമ്മളെക്കാളും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. ദാറ്റ്സ് എ പ്രിവിലേജ് ഗിവൺ ടു ആൻ എം പി. റൈറ്റ് ടു സ്പീക്ക് ഉണ്ട്. പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ he can make any speech in the house. No case can be filed against him. For any speech made by the MP within the 4 votes of the parliament, no case can be filed against him. ഇപ്പം നമ്മളൊരു പ്രസംഗിച്ചു, സാധാരണ പ്രസംഗം നമുക്ക് എഴുതാം. ഞാൻ ഒരു പ്രസംഗം നടത്തി ഒരാൾ ഡിഫൈൻ ചെയ്താൽ അതിന് എനിക്കെതിരെ കേസെടുക്കാം, ഡിഫമേഷൻ കേസെടുക്കാം. പക്ഷേ എം പി ഈസ് മേക്കിംഗ് ദി സ്പീച്ച് ഇൻ ദ ഹൗസ്, നോ ആക്ഷൻ കൻ ബി ടേക്കൺ. അയാളുടെ ജോലി അയാൾ ഭംഗിയായിട്ട് നിർവഹിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ റൈറ്റ് കൊടുത്തിരിക്കുന്നത്. അയാൾ എന്ത് പ്രസംഗിച്ചാലും അയാൾക്കെതിരെ കേസെടുക്കാൻ പാടില്ല. അപ്പോൾ അയാളൊരു ഉദ്യോഗസ്ഥനെ ഡിഫൈൻ ചെയ്ത് പറയുന്നു. പാർലമെൻറ്റിലാണ് ഡിഫൈൻ ചെയ്ത് പറയുന്നത്. ആ ഉദ്യോഗസ്ഥന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉദ്യോഗസ്ഥൻ ഈസ് ഹെൽപ്ലെസ് ബിക്കോസ് നോ കേസ് ക്യാൻ ബി ഫൈൽഡ് അഗൈൻസ്റ്റ് ഹിം. ഈ ഉദ്യോഗസ്ഥന് ആകെ പറയാം. ഇപ്പോൾ ഒരു എം പി പാർലമെൻറ്റിൽ പറയുകയാണ് ഈ ചീഫ് സെക്രട്ടറി ഭയങ്കര കറപ്റ്റാണ്, അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഭയങ്കര കറപ്റ്റാണെന്ന് പറയുന്നു, അല്ല ഇന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം കറപ്റ്റാണ്. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നടപടി എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് വാട്ട് ഈസ് സ്പോക്കൺ വിത്തിൻ ദ 4 votes of the parliament, no case can be filed, they have the privilege. ആകെ ഇവർക്ക് വേണേൽ പറയാം, തനിക്ക് ധൈര്യം വേണ്ടി വെളിയിൽ വന്ന് പ്രസംഗിക്കാൻ പറയാം. ഇത് പാർലമെൻറ്റ് വെളിയിൽ വന്നിരുന്ന് പ്രസംഗിക്കുക എങ്കിൽ ഞാൻ കാണിച്ചു തരാം, എങ്കിൽ ഡിഫമേഷൻ കേസ് ക്യാൻ ബി ഫയൽഡ്. ഫോർ എനിത്തിങ് സ്പോക്കൺ ബൈ ദ മെമ്പർ വിത്തിൻ ദ 4 votes of the parliament, no case can be. That's the protection. That is maximum freedom of speech and expression. അത് അതിനൊരു ലിമിറ്റ് ഉണ്ട്. ജഡ്ജസ് കനോട്ട് ബി ക്രിട്ടിസൈസ്. ദാറ്റ്സ് ദ റിസ്ട്രിക്ഷൻ. എത്ര സ്പീച്ച് ഫ്രീഡം ഉണ്ടെങ്കിലും ജഡ്ജസ് കനോട്ട് ബി ക്രിട്ടിസൈസ്ഡ്. ഈ ഫ്രീഡത്തിനകത്ത് അത് വരുന്നില്ല. ജഡ്ജസ് ഓർ ജഡ്ജ്മെന്റ് കനോട്ട് ബി ക്രിട്ടിസൈസ്ഡ്. ഇപ്പോൾ പാർലമെന്റ് മെമ്പർക്ക് വന്നിരുന്നിട്ട് ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി വിധിയെ ഒന്നും പാർലമെന്റ് ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ദേ ഹാവ് നോ റൈറ്റ്. ദാറ്റ്സ് ദ റിസ്ട്രിക്ഷൻ. ഇനി ഈ റിസ്ട്രിക്ഷനോട് എക്സെപ്ഷൻ ഉണ്ട്. ചില സമയത്ത് ജഡ്ജസിനെ ക്രിട്ടിസൈസ് ചെയ്താം. ഈ റിസ്ട്രിക്ഷനുള്ള എക്സെപ്ഷൻ എന്താണ്? എപ്പോഴാണ് ജഡ്ജസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? വെൻ ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് ആർ ഗോയിങ് ഓൺ. അതാണ് എക്സെപ്ഷൻ. Judges can be criticized when impeachment proceedings are going on. When impeachment proceedings are going on, judges can be criticized. ജഡ്ജിയെ ക്രിട്ടിസൈസ് ചെയ്യാം ഇംപീച്ച്മെന്റ് പ്രൊസീഡിംഗ് ഉള്ളപ്പം. അപ്പം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, there is a limit, there is no restriction normally, but only restriction, judges shouldn't be criticized. The restriction has an exception. Judges can be criticized when impeachment proceedings are. Impeachment proceeding വേണേൽ ജഡ്ജസിനെ ക്ലിയർ ആയിട്ട് കാണിക്കണ്ടേ അവർ കുറ്റം ചെയ്തു, then they can be criticized. ഇനി മറ്റൊരു privilege. Once an MP is within the campus of the parliament, he can be arrested without the permission of the presiding officer. Without the permission of the presiding officer, no MP can be arrested within the precincts of the parliament. ഒരു എം പി അറസ്റ്റ് ചെയ്യാൻ പോലീസ് അന്വേഷിച്ച് നടക്കുകയാണ്, അയാളെ കിട്ടുന്നേയില്ല. പക്ഷേ അയാൾ പാർലമെൻറ്റിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പ്രസിഡന്റ് ഓഫീസേഴ്സ് പെർമിഷൻ ഇസ് റിക്വയർഡ്. ഇല്ലെങ്കിൽ പിന്നെ ഇയാൾ വെളിയിൽ വരുന്നവരെ കാത്തിരിക്കണം. So, he has a protection. പാർലമെന്റ് അകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വിത്തൗട്ട് പെർമിഷൻ ഓഫ് ദ പ്രിസൈഡിംഗ് ഓഫീസർ he can be arrested. That's a privilege.